SKN40 കേരള യാത്ര കണ്ണൂരിൽ പര്യടനം തുടരുകയാണ്. തലശ്ശേരിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടെയായിരുന്നു ഒന്നാം ദിവസത്തെ യാത്രയുടെ തുടക്കം. കടത്തനാടൻ പോരാട്ടത്തിന്റെ ചരിത്രമുള്ള തലശ്ശേരിയുടെ മണ്ണ് ഹൃദയത്തോട് ചേർത്താണ് SKN40 യാത്രയെ സ്വീകരിച്ചത്. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച മോർണിംഗ് ഷോ ജനപങ്കാളിത്തം കൊണ്ട് ലഹരി വ്യാപനത്തിനെതിരെയുള്ള വിളംബരമായി. ലഹരിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ വിനോദ് കുമാർ വിശദീകരിച്ചു. വിമുക്തിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ പൊതുസ്ഥാപനങ്ങൾ, വായനശാല, ക്ലബ്ബുകൾ, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയ സാമൂഹ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നു വരുന്നുണ്ട്. അതിന് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. തലശ്ശേരി മാർക്കറ്റിന് സമീപമുള്ള ലഹരി മാഫിയയുടെ കേന്ദ്രം 24 യാത്രാ സംഘം നേരിട്ടെത്തി പുറം ലോകത്തെ കാണിച്ചു. ഈ ഒരു സ്ഥലം കസ്റ്റംസ് അവർ അക്കോമഡേഷനും കാര്യങ്ങളും ചെയ്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ താമസിപ്പിക്കേണ്ട ഒരു സ്ഥലമായിട്ട് എടുത്തിട്ടതായിരുന്നു. അവിടെ ആരും താമസമില്ല. ഈ പറയുന്ന അവരത് ഉപയോഗിക്കാത്തതിന്റെ പേരിൽ അത് സാമൂഹ്യ ദ്രോഹികൾ, ഈ പറയപ്പെടുന്ന ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സ്ഥിര കേന്ദ്രമായിരുന്നത്. ഇപ്പൊ സ്ഥിര കേന്ദ്രമാണ്. കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടോട് നമുക്ക് പറയാനുള്ളത്, അങ്ങ് ഈ സ്ഥലം നീറ്റാക്കണം. കാരണം ഈ പ്രദേശമൊക്കെ ഇങ്ങനെ വേരി പിടിച്ച് കിടക്കാൻ പാടില്ല. ലഹരിക്കെതിരായ യാത്രയെ തലശ്ശേരി അതിരൂപതയും വരവേറ്റു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിലായിരുന്നു SKN യാത്രയ്ക്കും സ്വീകരണമൊരുക്കിയത്. തിരുമനസേ, അങ്ങേ തേടി ഞങ്ങളിവിടെ വന്നതാ. ഓക്കെ, വളരെ സന്തോഷം. ഈ 24 ചാനലിൻ്റെ ഈ ഒരു സംരംഭം അത് തികച്ചും മാതൃകാപരമായ ഒരു സംരംഭമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. തലശ്ശേരി അതിരൂപതയുടെ മുഴുവനും പിന്തുണ ഈ ഒരു സംരംഭത്തിന് 24 ചാനലിന്റെ കൂടെ ഉണ്ട്. ഗവൺമെന്റ് ബ്രണ്ണൻ സ്കൂളിലും യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. കണ്ണൂർ.